പൂർണ്ണമായി ഉപേക്ഷിച്ച് നവര നെൽകൃഷി ചെയ്യുന്ന നാരായണനുണ്ണിയുടെ കൃഷിരീതി ശ്രദ്ധിക്കപ്പെടുന്നു. ചിറ്റൂർ കറുകമണിയിൽ നാരായണനുണ്ണി കഴിഞ്ഞ കുറേ വർഷങ്ങളായി നവര നെൽകൃഷി ചെയ്തു വരികയാണ്. രാസവളം പൂർണ്ണമായി ഉപേക്ഷിച്ച് കൃഷി ചെയ്തതുമൂലം ഉൽപാദനക്കുറവുണ്ടാവുകയും നഷ്ടം നേരിടുകയും ചെയ്തെങ്കിലും ഇതേ കൃഷിരീതി തുടർന്നും നടത്തുകയാണ് നാരായണനുണ്ണി ചെയ്തത്. കഴിഞ്ഞ സീസണിൽ മെച്ചപ്പെട്ട വിളവുണ്ടാക്കി രാസവളം ഇല്ലാതെ ഉൽപാദനം വർദ്ധിപ്പിക്കാമെന്ന് തെളിയിക്കാനും നാരായണനുണ്ണിക്ക് കഴിഞ്ഞു. നഷ്ടം സഹിച്ചുകൊണ്ട് പുതിയ പരീക്ഷണം നടത്തുകയും അത് വിലയെത്തുകയും ചെയ്തതോടെ ഈ കർഷകന്റെ കൃഷിരീതി ജനശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. ഔഷധ ഇനമെന്ന നിലയിലാണ് നാരായണനുണ്ണി നവര നെൽകൃഷി ചെയ്തത്. വയനാട്ടിൽ നിന്നും വിത്ത് സംഘടിപ്പിച്ച് 10 സെന്റ് സ്ഥലത്താണ് ആദ്യം കൃഷി ഇറക്കിയത്. പിന്നീട് ഓരോ വിളവെടുപ്പിലും കിട്ടുന്ന നെല്ല് വിൽപ്പന നടത്താതെ വിത്താക്കി മാറ്റി മുഴുവൻ കൃഷിയിടങ്ങളിലേക്കും നവര നെൽകൃഷി വ്യാപിപ്പിച്ചു. ഈ കർഷകൻ 8 ഏക്കർ സ്ഥലത്ത് നവര നെൽകൃഷി ചെയ്യുന്നുണ്ട്. 100 മേനി കൊയ്യാൻ കർഷകൻ രാസവളം ഉപയോഗിച്ച് മത്സരിക്കുമ്പോഴാണ് രാസവളം പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ടുള്ള കൃഷിയെന്ന വെല്ലുവിളി ഏറ്റെടുക്കാൻ നാരായണനുണ്ണി തയ്യാറായത്. രാസവളം സ്ഥിരമായി ഉപയോഗിച്ച് മണ്ണിൽ ജൈവ കൃഷി പരീക്ഷിച്ചാൽ ഉൽപാദനം കുറയുമെന്നറിഞ്ഞിട്ടും ഒരു വെല്ലുവിളിയെന്ന നിലയിലാണ് ഈ കർഷകൻ നവര നെൽകൃഷി ചെയ്യാൻ തയ്യാറായത്. ആയുർവേദ ചികിത്സാ രംഗത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഔഷധമാണ് നവരനെൽ. വർഷങ്ങളുടെ പ്രയത്നപരമായി മുഴുവൻ കൃഷിയിടങ്ങളിലും നവരനെൽ വ്യാപിപ്പിച്ച നാരായണനുണ്ണിക്ക് ഇപ്പോൾ ലാഭകരമായി കൃഷി നടത്താൻ കഴിയുന്നുണ്ട്. 8 ഏക്കർ കൃഷിയിടത്തിൽ 3 ഘട്ടങ്ങളായാണ് കൃഷി ഇറക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ഇത്രയും സ്ഥലത്ത് നവര നെൽകൃഷി ചെയ്യുന്ന ഏക കർഷകനാണ് നാരായണനുണ്ണി. 3 കൊല്ലം, അതായത് 4 ക്രോപ്പ് കഴിഞ്ഞു. ഇപ്പോൾ ഇത് 5ാമത്തെ ക്രോപ്പ് അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആദ്യം വിത്ത് കിട്ടാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ട്, പ്യുവറായിട്ടുള്ള സീഡ് കിട്ടാൻ കുറേ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു സ്ഥലത്ത് കുറച്ച് വിത്ത് കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് 2 or 3 സീസണായിട്ട് നമുക്ക് വേണ്ട ഏരിയയ്ക്ക് മുഴുവനായിട്ട് പ്യുവറായിട്ടുള്ള സീഡ് ഉണ്ടാക്കി. ഇപ്പോൾ 2 സീസണായിട്ട്, കഴിഞ്ഞ ക്രോപ്പ് ഫസ്റ്റ് ക്രോപ്പ്, ഈ സെക്കൻഡ് ക്രോപ്പായിട്ട് 8 ഏക്കർ ചെയ്തു വരുന്നുണ്ട്. അത് മുഴുവനായിട്ട് ഓർഗാനിക് രീതിയിലാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഇത് ഔഷധ നെല്ലായതുകൊണ്ട് നമ്മളിപ്പോൾ മറ്റ് വളങ്ങളോ അല്ലെങ്കിൽ കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അതതിൻ്റെ ഔഷധത്തിൻ്റെ ആ ഒരു ഇതുണ്ട് ക്യാരക്ടേഴ്സ്, അതിനെ അത് എഫക്റ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഓർഗാനിക്കായിട്ടാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല എൻ്റെയർ ഏരിയ, അപ്പോൾ നമ്മുടെ ഈ നെല്ല് അല്ലാതെ മറ്റ് സാധനങ്ങൾ, നമ്മൾ കൃഷി ചെയ്യുന്ന മറ്റ് സാധനങ്ങൾ വളർത്തുന്നത് മുഴുവൻ എൻ്റെയർ ഏരിയ, നമ്മുടെ ഫാം മുഴുവൻ ഓർഗാനിക്കായിട്ട് സർട്ടിഫിക്കേഷൻ പോയിട്ടുണ്ട്. അതിപ്പോൾ 1 കൊല്ലം കഴിഞ്ഞു, ഇപ്പോൾ സെക്കൻഡ് ഇയർ ആയി സർട്ടിഫിക്കേഷൻ്റെ. അപ്പോൾ അതൊരു ഓർഗാനിക് ഫാം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. അതും ഏകദേശം 2.5 കൊല്ലമായി തുടങ്ങിയിട്ട് ഈ ഓർഗാനിക് ഫാമിംഗ് എൻ്റെയർ ഏരിയ ചെയ്യാൻ തുടങ്ങിയിട്ട്. നവര ഇക്കോ ഫാം എന്നാണ് നമ്മൾ ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. പിന്നെ നെല്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നവര ഒരു നെല്ലിനം തന്നെയാണ്, പക്ഷേ അത് ഔഷധ നെല്ലിനാണ്. അതിൻ്റെ ഡ്യൂറേഷൻ കുറവാണ് മറ്റ് നെല്ലിനെക്കാട്ടിലും. ഇതിപ്പോൾ ഒരു 60 ദിവസത്തിന് മുകളിൽ, 75, 77 ദിവസത്തിനുള്ളിൽ നമുക്കത് ക്രോപ്പായിട്ട് കിട്ടും.